ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട് റിസോർട്ടിൽ എത്തിയിട്ടുള്ള അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതാണ് നമ്മളെ റിസോർട്ട്. ഇത് വയനാട് വട്ടച്ചോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പം റിസോർട്ടിന്റെ പേര് ഫോഗ്ലാൻഡ്. അപ്പോൾ റിസോർട്ട് വലിയ ലക്ഷറി റിസോർട്ടൊന്നുമല്ല ഗൈസ്. ഒരു നോർമലായിട്ട് നമ്മൾ ഒരുപാട് ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉള്ള ഒരു റിസോർട്ടാണ്. അപ്പൊ ഗൈസ് ഈ വില്ല തന്നെ നമുക്ക് 4 വലിയ ബെഡ്റൂംസ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മള് ഒരു 3 ഫാമിലി അല്ലേ ഉള്ളൂ. അപ്പൊ 4 വലിയ ബെഡ്റൂമും ഉണ്ട്. പിന്നെ എന്താ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളും അതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്താ മുകളിലേക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഒരു ഹട്ട് ടൈപ്പില് 2 വില്ല ഉണ്ട്. അതിൽ 2 റൂംസും നമുക്ക് ഉള്ളത് തന്നെയാണ്. അപ്പോ ഞങ്ങളിതാ ഇവിടെ എത്തിയ പാട് ഞങ്ങളിതാ ഫ്രഷ് ആവാനൊന്നും നിൽക്കുന്നില്ല ഗൈസ്. നമ്മളിതാ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ലഞ്ച് ഇതാ ബിരിയാണി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ബെലിച്ചന്റെ മോയെ പുലർച്ചക്കൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതാ ഞങ്ങളെ എല്ലാവരും ഇതാ ഫ്രഷ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവശരായിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിക്കാതെ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് റൂംസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതാ കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാണ് ഗൈസ്. എല്ലാവരും നല്ല ഇൻട്രസ്റ്റിലാണ് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മമാരൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ. പിന്നെ ഇതാ നമ്മളെ മക്കൾക്ക് പൂള് കണ്ടിട്ട് സഹിക്കുന്നില്ല, കുറെ നേരമായി ചോദിക്കുന്നത് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കൊടുക്കും അവരിറങ്ങി. ഞങ്ങൾ ഇനി അവരൊക്കെ ഒന്ന് കയറി രാത്രിയായിട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ കിച്ചണിൽ എന്തൊക്കെയായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അകത്ത് കയറിയ സമയത്താണ് ഇതാ റൂമിൽ കുപ്പി കൊണ്ട് ഡെക്കറേഷൻ ചെയ്യുന്നത് കണ്ടേ. പിന്നെ ഇതാ ഈവനിങ് ആയപ്പോ ഇതാ എല്ലാവരും ഒരു കട്ടൻ അടിക്കാൻ വേണ്ടി സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെ സ്പീക്കറൊക്കെ ഓണാക്കി പാട്ടൊക്കെ പാടുകയാണ് പ്രജിച്ചും അൻഡലാമയൊക്കെ. അപ്പൊ ഇതാ കട്ടൻ അടിക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ കയറ്റി അവർക്ക് മെല്ലെ റൂമില് കാർട്ടൂൺസ് ഒക്കെ വെച്ച് അവരൊരു ഭാഗത്താക്കിയിട്ട് നമ്മളിതാ പൂളിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അൻഡലാമ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞതായിട്ട് വന്നത്. അപ്പൊ പിന്നെ എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്താണ് ഇതാ രവിയേട്ടൻ്റെ അൻഡലാമിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടത്. അപ്പൊ പിന്നെ തയ്ച്ചില്ല, കുറച്ച് ഡാൻസ് ഒക്കെ ആവാ വിചാരിച്ച് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച്
പിന്നെ അവരവരെ സാധനങ്ങളൊക്കെ ആയി വന്ന് കുറച്ച് നമ്മൾ റീൽസും ഡാൻസും കാര്യങ്ങളൊക്കെ ആയി അതിന് ശേഷമാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അങ്ങനെ ഇതാ രാത്രിത്തെ ഭക്ഷണത്തിന്റെ റെഡിയാക്കാണ്. നമ്മളെ റിസോർട്ടിലുള്ള ഒരു ജീവനക്കാരനാണ്. ആള് ഇതാ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ ഞങ്ങള് വരുന്ന വഴിക്ക് ചിക്കനും രാത്രിത്തേക്കുള്ള ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇതാ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഇതാ മക്കളൊക്കെ വിശന്നപ്പോ ഇതാ ബ്രെഡും ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ചിക്കൻ കറി കൂട്ടി കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ ഇതാ തട്ടി വിടുന്നുണ്ട് എല്ലാരും. എല്ലാരെ പൂളത്തെ കളിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങളെല്ലാരും ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് സൊറ പറച്ചിലൊക്കെ ആവാ വിചാരിച്ചതാ എല്ലാരും സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. പിന്നെ 2 വലിയ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം ഗ്രില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരതാ ഞങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് പിന്നെ പാട്ട് പാടലും അങ്ങനെ നമ്മൾ മൈക്രോ സെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും 2 ദിവസത്തെ ഉറക്കമില്ലാത്തതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം കിടന്നുറങ്ങി എല്ലാവരും. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ മോർണിംഗ് ആയപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ എണീറ്റതും. അപ്പോൾ ഇതാ രാവിലെ എല്ലാവരും എണീറ്റ് ഇതാ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുകയാണ് ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ പോണല്ലോ എന്നുള്ള ഇതിൽ ഇരിക്കുകയാണ്. എന്തെല്ലാമൊക്കെ റിസോർട്ടിൽ നമ്മളെ ടൈം 12 o'clock വരെയാണ്. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ അതാ രാവിലെ ഞാനും മിന്നും അശ്വതേച്ചിയും പാടെ അതാ ജസ്റ്റ് ഇവിടെ റിസോർട്ടിന്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങാന്ന് വിചാരിച്ചത്. അങ്ങനെ നടന്നു പോവാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വന്ന കാരണം ഇവിടേക്കൊന്നും ഇറങ്ങിയില്ല നമ്മള്. വില്ലന്റെ ഉള്ളിലും പൂളിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പൊ നമ്മള് ആ പുറത്തൊക്കെ ജസ്റ്റ് ഇറങ്ങാണ്.
ഇവിടെ ഫുള്ള് ഈ വില്ലേന്റെ ചുറ്റുമായിട്ട് കാപ്പിത്തോട്ടാണ്. പിന്നെ ഞങ്ങളെ വൈത്തല പ്രജിയേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ ഇന്നലെ വരുന്ന സമയത്ത് പാഷൻ ഫ്രൂട്ടൊക്കെ കണ്ടിരുന്നായിരുന്നു. അപ്പോൾ അശ്വതീച്ചി മിന്നൊക്കെ പാഷൻ ഫ്രൂട്ട് പറിക്കുകയാണ്. അവിടുത്തെ ജീവനക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പറിക്കട്ടെ എന്ന്. അപ്പോൾ ആള് പറഞ്ഞ് പറിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വവ്വാലൊക്കെ വരുന്നോണ്ട് ആൾക്കൊരു പേടി. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് പറിക്കുകയാണ്. ഞാൻ പറിച്ചില്ല കേട്ടോ. അശ്വതീച്ചി മിന്നതാ പാഷൻ ഫ്രൂട്ട് എവിടുന്നും കാണാത്ത പോലെ പറിക്കുന്നുണ്ട്. ഗൈസ് രാവിലെ തന്നെ അതാ 3 പെർക്കികൾ കുറെ പെർക്കി വരും. അപ്പോൾ ഞങ്ങളെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാറ്റി റെഡിയായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇറങ്ങും. അപ്പോൾ എല്ലാവരും ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് കാന്തമ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് നല്ല വെയിലായിരുന്നു. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയത്. പിന്നെ മഴയൊക്കെ മൂടി. ഭയങ്കര സൗണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്.
അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഏതെങ്കിലും പാർക്കിലൊക്കെ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നാളെ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ, അപ്പോൾ ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ കയറാൻ നിന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് വീട്ടിലേക്ക് ചായപ്പൊടിയും അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാറ് വയനാട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൈലാർക്ക് റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞേരെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റായ കാരണം ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എല്ലാവരും ഇതാ ഫോണിലൊക്കെ കളിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. കോട്ടൂളിയായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്, കോട്ടൂളി ടൗണിൽ. അപ്പോൾ അവിടുന്ന് വലിച്ചൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ആദപ്പൻ്റെ. അപ്പോൾ ആദപ്പൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അടുത്ത ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് അവിടുന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗൈസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ. ഓക്കെ, എന്നാ പോയി തരാം.